സെയിലുണ്ട് ഇവിടെ. ഇവിടെ എന്തോ ജിനീവ വാച്ച് ഔട്ട്ലെറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം കാണിക്കാനും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ വാച്ച് ഫാക്ടറിന്ന് പുറത്ത് ഇത് കണ്ടപ്പോഴാണോ നിനക്ക് അക്വറിയം ചെയ്യണോ തോന്നി? കണ്ടപ്പോഴാണോ നിനക്ക് അക്വറിയം ചെയ്യണോ? ബ്ലൂ ലൈറ്റ് ഇടണം അതിന്റെ പച്ച കാണാൻ പോയി പറ്റിയില്ല. അവിടെ വാച്ച് ഫാക്ടറിയുടെ അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഇനി അടുത്ത നേരം ബാട്ടു കേസ്. നമ്മൾ ബാട്ടു കേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഇപ്പുറത്തായിട്ടൊക്കെ കുറെ അമ്പലമൊക്കെ ഉണ്ട്. ഇതിന്റെ അടുത്ത ഒരു അമ്പലമുണ്ട്. ഫസ്റ്റ് അതിനകത്ത് കയറി നമുക്ക് നോക്കാം. അമ്പലം കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇതിന്റെ മുകളിലേക്ക് പോവാണ്. ഇത്രയും കയറണം. ഇത്രയും കയറണം. കുഞ്ഞു സ്റ്റെപ്പാണ്. ഇത് കാൽ ഇത്ര ഇരിക്കണം. കറക്റ്റ് ഒരു കാലിരിക്കും. ഇനി എന്തോരം കയറണം അറിയത്തില്ല. ഞാൻ കുഴഞ്ഞ് സത്യമായിട്ട് ഞാൻ ചത്തു. കയറാൻ പറ്റുന്ന അത്രയും കയറി ഇടയ്ക്കിരിക്കാൻ. അയ്യോ അമ്മച്ചൊക്കെ എങ്ങനെ കയറി പോയടാ ഇത്? അയ്യോ അയ്യോ പാതിന് വാല് പറഞ്ഞിരിക്കുകയാണോ? ഇതുപോലെ കുറേ പേര് നമ്മൾ നടക്കണ വഴിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരാള് അവരെല്ലാം ഫ്രണ്ടേ പോവാ. വൈകിട്ടത്തെ ഒരാൾ ഇരിക്കുന്നവർക്ക് എത്രയായി നമ്മള് കുറച്ചതേ ഉള്ളു. എന്റെ കോലം കണ്ടാണല്ലോ നമ്മളങ്ങനെ മുകളിലെത്തി ഗൈസ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് മുകളിലൊക്കെ കാണാനായിട്ട്. അതുവഴി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് മുകളിലോട്ട് പോയി കയറാം. അതുകൊണ്ട് എനിക്ക് കയറാൻ വയ്യ. അത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല. നോക്കാം, പറ്റുമോ കയറാം. ഇതിൻ്റെ അകത്താണ് അമ്പലം. ഞാൻ അമ്പലത്തിനകത്തോട്ട് പോകാം. അമ്മ അമ്പലത്തിനകത്തോട്ട് പോയിട്ടുണ്ട്.
തന്നെയല്ലേ ബഗേറ. എല്ലാം അണയിൽ കുത്തിക്കെട്ടി വെക്കുന്നതൊക്കെ. മുകളിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. എന്താ പിടിക്കണോ മോനെ? മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതാ. ഇവിടെ എല്ലാം കുരങ്ങന്മാര്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് താഴെ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി താഴെ നോക്കി ഇറങ്ങി എന്നല്ലേ എല്ലാം വെള്ളമാണ്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ എന്ന് മനസ്സിലായില്ല. അവര് വരുന്നില്ലല്ലോ. കുറെ കീച്ചേന് മണിയൊക്കെ കിടപ്പുണ്ട്. വാട്ടർ കേസിലെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ നമ്മുടെ ഡ്രൈവർ ഇവിടെ എവിടെ നിൽക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു മരത്തിന് ഫുള്ള് പ്രാവ്. ഇതൊന്നും ഇവര് തിന്നത്തില്ലല്ലോ അല്ലേ? അത് റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. വാട്ടർ കേസ് കൊള്ളായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. ക്ലൈമറ്റ് ഞാൻ മഴക്കോളുണ്ടായിരുന്നു. നല്ലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വെയില്. നമ്മളെ ഡ്രൈവർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇനി 4:30 നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. ഇവിടെ നമ്മൾ കേബിൾ കാർ റൈഡിൽ കയറാൻ വേണ്ടി വന്നായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അച്ഛനും അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നുണ്ട്. അതൊക്കെ കൊച്ചു തരും. ബിരിയാണി കഴിച്ചേ. ബിരിയാണി മേടിക്കാൻ പോയിട്ട് അവിടെ റൈസ് മാത്രമോ? ആ ഫ്ലേവർ പ്ലേറ്റെല്ലാം അടിക്കാം. പറഞ്ഞു വിട്ടേ. ആ പ്ലേറ്റെല്ലാം അടിക്ക്. റൈസ് ഒരുപാട് വെളുത്തില്ല. അത് കുഴപ്പമില്ലായിരുന്നു. നീ കഴിക്കുന്നുണ്ടോ? എല്ലാരും എടുക്കും. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം കേബിൾ കാർ റൈഡിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ പോവാം. പോണ വഴി ഇതാ ഇതേപോലെ കുറെ. ഇത് മറ്റേ ഇതാടാ, മറ്റേ
പഞ്ഞിമിഠായില്ലേ, മഷ്മല, അതൊക്കെ മേടിക്കായിരുന്നു 4-5 അല്ലേ? ഇതൊക്കെ എന്തിനാ മേടിക്കുന്നത്? നമുക്ക് തിന്നാൻ. തിരിച്ചിറങ്ങി വരുമ്പോ മേടിക്കണം. കേബിൾ കാർക്ക് കേബിൾ കാർ കയറിയിട്ട് വല്ല മേടിക്കാന്ന് പറ. സമയമുണ്ട്. അതാ നമ്മള് കേബിൾ കാറിൽ പോകുമ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കാണുന്നത്. അവിടെയാണ് കേബിൾ കാർ. ഇങ്ങോട്ട് വാ. അതിനകത്ത് ഇങ്ങനെ വന്നോ, ഒരു കുഴപ്പമില്ല. അമ്മച്ചിക്ക് പേടിയാണ്. ഞങ്ങൾ പോവുകയാണ് കാണാൻ. പക്ഷെ വെയിലായതുകൊണ്ടേ കൊള്ളപ്പില്ലായിരിക്കും. വെയിലത്ത് കയറി ദുരന്തം പറയാതെ ഇങ്ങോട്ട് വാ. നീയും കയറി. ഞങ്ങളുടെ അതേലും കൂടെ നീ കയറാളോ. അവിടെ പകുതി ചെന്നിട്ട് ഇവിടെ നന്നാക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ കൊണ്ടു. ഒരെണ്ണത്തിൽ എത്ര പേരാ ഏട്ടാ? നോക്കി 4 പേര്. അവിടെ അതെ അങ്ങനെ നീ കണ്ട കുറക്കണം. അങ്ങനെ ആവണോ? നീ വന്ന കൂട്ടല്ല. അവൻ പറയണേ കുറച്ചുകൂടി നിങ്ങൾക്ക് വണ്ണം വെച്ചു. അവനല്ലേ കുഞ്ഞാവേ പുള്ളിക്കാണ് വന്ന് എനിക്കാന്ന് വന്നു. ആ വൈറ്റ് ഞങ്ങൾ എടാ വൈറ്റ് മുടി ഇവിടെ കിട്ടിയ ചെറുക്കനെ കണ്ടില്ലേ? അവനാണോ വണ്ണം? ഇവരാണോ? അവനാ കൂടുതൽ. എടാ വണ്ണം കൂടുതൽ ഇവനാണോ അവനാണോ? അവനാണ് വണ്ണം കൂടുതൽ ഇവനാ. അവന് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. പിന്നെ ഹൈറ്റ് ആളെ തോന്നുന്നു കണ്ടു. അതേപോലെ ആവും മുടി, അതേപോലെ വെട്ടാൻ പോകും. കൊള്ളത്തില്ലടാ. വന്നാലും പോകും. നമ്മളിങ്ങനെ എത്തിക്കും. ഇത്ര പേരുടെ കഴിഞ്ഞ് നമ്മളകത്ത് കയറും. ഓ ഇത്രയും കൂടി എനിക്ക് ഇറങ്ങി പോണോ? അതുകൊണ്ട് അവിടെ നിന്നാ കയറുന്നത്. ഇവിടെ നിന്നാ കയറുന്നത്. ഞാൻ കയറി ഇവിടെ നിന്ന് ഇറക്കി വിടാണ്. ചാടി ഒന്നല്ല. അതുകൊണ്ട് നീ ഒന്ന് ചുമ്മായിരി. നിന്നെ നമ്മൾ അകത്തോട്ട് വലിച്ചാൽ കിട്ടോളാം. സ്പീഡ് കുറച്ചാ പോകുന്നത്. നമുക്ക് കയറിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചിക്ക് പോകുന്ന കാണാൻ വേണ്ടി കൈനത്ത് അല്ല പേടിച്ചിരിക്കാന്ന് വിചാരിക്കും. അപ്പുറത്ത് പേര് പ്ലെയിനിൽ പോയപ്പോ വരത്തില്ല. വയറ് വരത്തില്ല, ഒന്നുമില്ല. താഴാകുമ്പോ വിഷയമുണ്ട്, പൊക്കുമ്പോ വിഷയമുണ്ട്. അതാണ് ഇത്. അതല്ല അടുത്ത വണ്ടി കിട്ടില്ലേ ജോലി അല്ലെന്ന് അടുത്ത വണ്ടി കിട്ടില്ലെങ്കിൽ എന്താ
അച്ചാച്ചി അടയ്ക്കാൻ പറ. ഇറങ്ങണ്ട അച്ഛാ, ആരും ഇറങ്ങില്ല. ആരും ഇറങ്ങില്ല. അവിടെ നിന്ന് വളയ്ക്കുവാ. അവിടെ ഇതിന്റെ ബാലൻസിനൊക്കെ ആയിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് സംഭവം അല്ല. ഇതല്ലായിരിക്കും മെറ്റീരിയൽ സപ്ലൈ. അവരും അതായിരിക്കും പറയുന്നത്. ജീവിച്ചിട്ടും ജീവിച്ചില്ലയോ? അച്ചാച്ചിക്ക് പേടിയുണ്ടോ അച്ഛാ? അല്ല, ജീവിച്ചിട്ടും ജീവിച്ചില്ലയോ? എന്നോട് വിളിച്ച് പറഞ്ഞു അച്ഛനെ വിളിക്കുമോ? അച്ഛനെ വിളിക്കാമോ? അച്ഛനോ അന്നോ രക്ഷിച്ചു. സമയത്ത് എടുക്കും നോക്കിക്കൂടെ? സമയത്ത് നോക്കി 19 എത്ര മണിക്ക് കയറിയാൽ നോക്കുന്നു? നമുക്ക് മഞ്ഞ് മറഞ്ഞിരിക്കുന്ന അവിടെയൊക്കെ പോവും നമ്മളിനി. അവിടെയൊക്കെ പോവും. നമ്മളവിടെ ഇറങ്ങി. എന്തോ മാൾ പോലെ എന്തോ ആണെന്ന് എവിടെ പോയിട്ട് വരിക? എവിടെ പോയിട്ട് വരിക? അല്ല ഇവിടെ ജസ്റ്റ് മോളെല്ലാം കണ്ടുകഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ച് അന്നടുത്തോട്ട് പോവാണ്. ഇറക്കാൻ നിനക്കെന്താ? കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് 4:30 ആവും നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരാൻ. അപ്പം നമ്മൾ ഇവിടെ ഒരു മോളിൽ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തുവാടാ സാധനം? ഇത് വാടയുണ്ട്. മീനാണെന്ന് തോന്നുന്നു. മീനാണെന്ന് തോന്നുന്നു. വാടയുണ്ട്. ആണ്ടോ പേര് പോലെ അടങ്ങണം മീനൊക്കെ. എന്താ അച്ഛാ ഇത്? വാട എടുക്കുന്നല്ലേ? ഉണക്കമീനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ എന്തുവാണോ എന്തോ? ഇതിനകത്ത് കോമ്പ ഹണി കോമ്പ് ഇതിനകത്തിരിപ്പുണ്ട് ഈ സാധനം. അത് നമ്മൾ പിഴിഞ്ഞെടുക്കോ? നമുക്ക് കട്ട് ചെയ്ത് തിന്നാം. മെഴുകാത് അത് വേണേ കഴിക്കാം. കട്ട് ചെയ്ത് നല്ല നാച്ചുറൽ ടൈം പിഴിഞ്ഞെടുക്കാം. ആൽമോണ്ട് അസോർട്ട് ഭയങ്കര വിലയല്ല. കാശുണ്ടെങ്കിൽ സിമ്പിളാണ്. പക്ഷെ ഇവർക്ക് ഒരാളിന് 300 എന്നുള്ള ഒരാളിന് ഒരാൾക്ക് 300 ഇപ്പൊ നമ്മുടെ എത്ര റിങ്കറ്റ് തീർന്നു? 300 തീർന്നോ? എനിക്കറിയത്തില്ല. ഡോളർ ഇപ്പുണ്ട്. അത് മാറ്റാൻ പറ്റുന്നെങ്കിൽ മാറ്റാം. ഞാൻ എക്സ്ചേഞ്ച് ചെയ്തെടുക്കണം. നമുക്ക് ലാസ്റ്റ് മാറ്റാം.
ആ ആര് മിഠായി മേടിച്ചാ? പക്ഷേ ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. ഇവിടുന്ന് മേടിച്ച സാധനമല്ല നമ്മൾ തിന്നുക. കൊള്ളാം. ഇനി വരും. ഇതിന്റെ അകത്ത് എന്തുവാ? മോച്ചി. കൊള്ളൂല്ലേ? അത് നമ്മളിപ്പോ തിന്നതല്ലേ ഇത്? അതിന് പല ഫ്ലേവറാണ്. ഫില്ലിംഗ് ചെയ്തിട്ടില്ല. ഫില്ലിംഗ് ഇല്ല. എന്നാ കടി? കടിയാണ്. ഇത് more taste. തീർന്നോ? ഇനി ഗുൽമലാനി. ഇതെന്താ? ഗുൽമലാനി. ഗുൽമലാനിയോ? ചുമ്മാ അതൊന്നും പറയല്ല. എന്തുവാടാ കുഞ്ഞാ ഇത്? മോച്ചിയുടെ പല ഫ്ലേവർ കടി. ആ പിങ്ക് എന്താ എടുക്കാഞ്ഞ്? ഇതെല്ലാം പച്ചക്കളറല്ല. പിങ്കിനോ? 50 ഗ്രാമിൽ കൂടുതലാവും. അല്ല എല്ലാം പച്ചക്കളറല്ലേ? അതിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള കളർ. ഇത് കൊള്ളാം. വീട്ടിൽ വന്നു വരുന്ന പ്രാണിയുടെ ആ വെട്ടറി സാധനത്തിന്റെ ടേസ്റ്റ് അല്ലയോ? ഹലോ, വീട്ടിൽ പ്രാണി വരുത്തില്ല, പിന്നെ വാടകയുണ്ട് അതിന്റെ ടേസ്റ്റ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആ പ്രാണി 5 ദിവസം പിടിച്ച് അങ്ങനെ പക്ഷെ എനിക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചോക്ലേറ്റ് കളറിൽ അതും കൊള്ളായിരുന്നു. പച്ച കളറിലാണ്. നമുക്ക് പോകാനുള്ള സമയം. നമ്മൾ നേരത്തെ കേബിൾ കാർ റൈഡിൽ പോയിട്ട് വന്നിട്ട് വണ്ടിക്കകത്ത് കയറി കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് റൂമിലും വന്ന് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞിപ്പം നമ്മൾ എല്ലാവരും റെഡിയായി ട്വിൻ ടവറിൽ ഇന്നലെ നമ്മൾ പോയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ട്വിൻ ടവറിലും പോയി. പിന്നെ എവിടെയായിരുന്നു? ചൈന മാർക്കറ്റിലും പോകാമെന്നൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ സമയം 7:30 ആവുന്നു. ഇന്നലെ 7 മണിയായപ്പോൾ ഇറങ്ങി അവിടെ മാർക്കറ്റ്. അതിവിടെ അടുത്തായിരുന്നു. പിന്നെ ഒത്തിരി നടക്കാനുണ്ട്. എനിക്കറിയത്തില്ല എന്തോ. നമ്മൾ ട്വിൻ ടവർ ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 48 റിംഗറ്റാണ് വൺ സൈഡ്. അതേപോലെ തന്നെ തിരിച്ചു ആവും. നടന്ന് പോയിട്ട് പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. എല്ലാവരും നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ സമയമില്ല. അപ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വരും. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ബ്ലോക്കായിരിക്കും. ഇന്ന് വരെ എല്ലാം വണ്ടി കിടക്കുക. ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വേപ്പൂരം ഇല്ലായിരുന്നല്ലോ. ഇട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നേ. എൻ്റെ വീട്ടിൽ കൂടെ വലിച്ച് കീറും. അമ്മമാരിതൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത്? mày Huy lớn đâu sai không biết? Có biết. So 15, 10, 5, 4. Last print. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും ഫസ്റ്റ് കോപ്പി സാധനം ഇവിടെ കിട്ടും. എല്ലാ ഐറ്റവും ഉണ്ട്. ഷൂ, ഫോൺ കേസ്, ഡ്രസ്സ്, ബാഗ് എല്ലാം ഉണ്ട്. How much? Really? Ringgits. ലാഭം. അതോ? വേണോ?
എനിക്ക് വേണ്ട, ഞാൻ കഴിക്കത്തില്ല. അതെ അവന്മാർ കുറച്ച് വേവിക്കത്തില്ല അച്ഛാ നല്ലോണം. അവര് പച്ചക്ക് തന്നെ നോക്കാം. ആ നമുക്കത് പറ്റത്തില്ല. ചൈന മാർക്കറ്റിൽ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ നമുക്കൊരു മലയാളിനെ കിട്ടി. ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. റൂമിന് കുറവാണോ ഹോട്ടൽ? എന്നാണ് അവിടെ പോകുന്നത്. നിങ്ങൾക്ക് എവിടെ പോകട്ടെ? അച്ചാച്ചിക്ക് റൂമിന്റെ പുറകിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ചേട്ടനാ നമുക്കെല്ലാം പറഞ്ഞു തന്നെ. ആ ചേട്ടൻ്റെ അടുത്ത് കഴിക്കാതെ നമ്മൾ റൂമിന്റെ പുറകിലെ ഹോട്ടലിൽ പോവാം. സ്ഥലം കൊള്ളാതെ കാണിച്ചു തരാം. ഈ വെള്ള മലയാളം വല്ലതും അറിയാം. കണ്ടോ ഒരു വൈബുണ്ട്. അതാണ് KL ടവർ. KL ടവർ. അത് KL ടവർ. ഒന്നാമത് ഇപ്പം നമ്മൾ കുറേ നടന്നു. പകുതി വരെ നടന്നു കഴിഞ്ഞപ്പം ചേച്ചി കണ്ടുപിടിച്ച ആ ഒരു ഇന്ത്യൻ ഹോട്ടലിൻ്റെ വഴി അങ്ങോട്ടാണെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു നടക്കുക. വഴി തെറ്റി. വഴി പിന്നെ തെറ്റി. ഒരാൾക്ക് 2 ബാത്ത് 3 ബാത്തിനൊക്കെ ടുക്ക് കിട്ടത്തില്ല. ആ ടുക്ക് ഇഷ്ടം പോലെ നമുക്ക് അവിടെ തന്നെ കഴിച്ചാൽ മതിയായിരുന്നു. ചേട്ടാ കാര്യത്തെ വിളിച്ചാ തേങ്ങാ ചമ്മന്തി വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതല്ല അച്ചാച്ചി കാരണം നേരെ നടന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ കഴിച്ചു, എനിക്കുള്ള ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടുന്ന് കഴിച്ചോളാൻ പറ്റും, എന്റെ കാര്യമേ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അച്ചാച്ചി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടുത്തെ കഴിക്കാൻ. ആ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കഴിച്ചു, എന്റെ കാര്യം നോക്കണ്ട. ഞാൻ കഴിച്ചു. ഇങ്ങോട്ട് പോവാതെ നോക്കൂ, ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയി. എനിക്കിത് മാർക്കറ്റ് പോയി. അമ്മച്ചി അങ്ങോട്ടാണോ വരുന്നേ? അങ്ങനെ തുടങ്ങിയെടുത്ത് നടന്ന് തിരിച്ചെത്തി. അതാണെന്ന് തോന്നുന്നു അച്ചാച്ചി കണ്ടുപിടിച്ച കട, ഇന്ത്യൻ എംപയർ. ഇവിടെ ഇപ്പം നമ്മൾ കയറുന്നത് അതിനേക്കാൾ നല്ല ഇതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ കടയിലോട്ട് കയറ്റുക. മീനൊക്കെ ഉണ്ട്. ഒരെണ്ണം മേടിക്കണം. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തത് ഒരു ബാംബു ചിക്കൻ ബിരിയാണി അല്ലേ? ബാംബു ചിക്കൻ ബിരിയാണി, ഗീ റൈസ്, പ്രോൺ 65, പിന്നെ വേറെ മട്ടൻ ബിരിയാണി, പിന്നെ പൊടി ദോശ. ഇത്ര സാധനം പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട അച്ചു തിന്നടാ. ഒരു പൊന്നി റൈസ് വന്നപ്പോൾ ഇതൊക്കെ മസാലയാണ്. ഞങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ അത് ഇച്ചിരി തരുമോ? പച്ച ചമ്മന്തിക്കകത്ത് കൊടുക്കാം.
ചൂടുണ്ടോ? സാമ്പാർ വേണോ പച്ചച്ചമ്മന്തി? ഇച്ചിരി സാമ്പാർ ഇച്ചിരി പച്ചച്ചമ്മന്തി. എനിക്ക് മുന്നോട്ട് പറഞ്ഞ കറി ആവശ്യമുള്ളൂ. മോനെ ഇങ്ങ് മടി. അകത്ത് പൊടിയുണ്ട്, അതാ പൊടി ദോശ. ആ സാമ്പാറേ ആ ചാച്ചി അമ്മച്ചിക്ക് മറ്റേ ചോറ് വരുമ്പോ കൊടുക്കണേ. ഗീ റൈസ് കഴിച്ചോ? കൊള്ളാമല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്താണേലും കുറേ നടന്ന് അതേപോലെ തന്നെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഇപ്പം പോയിട്ട് കിട്ടിയാൽ ഞാൻ ഇപ്പം കിടന്നുറങ്ങും. അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി ചെന്നിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം. ഇന്നത്തെ കഴിഞ്ഞുള്ളൂ. അങ്ങനെ നമ്മുടെ ഡേറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നാളെ KLCC അക്വേറിയമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഇനി നാളെ കാണാം. ബൈ. ബാത്റൂമിലൊക്കെ 1 2 3 4 6 വിളിച്ചിട്ട് കീ കൊണ്ടുവരാ ബാത്റൂമിന്റെ. അതെ സംഭവം നടന്നതല്ല. ഞാനേ ബാത്റൂമിൽ കയറിപ്പിക്കണം ഞെക്കി കളിച്ചിട്ട് കഥ വെച്ചതാ. തുറപ്പിക്കാൻ ഇത് കീ വെച്ചുറക്കാൻ Can you please open the bathroom key? Can you please give me the bathroom key? ചോദിക്കണോ? അവർക്കറിയാം റൂമിൽ എത്രയാണ്. കസ്റ്റംസ് വരാലോ. പറഞ്ഞു വെള്ളം അവര് റൂമിൽ വെച്ചിട്ടുണ്ട്, തരത്തില്ല എന്ന് പറഞ്ഞു. റൂമിൽ വെച്ചിട്ടുള്ളത് എത്ര റൂമിലെ സർവീസ് എത്ര വേണ്ട, അകത്തുനിന്ന് കുറ്റി ഇട്ടിരിക്കാൻ ഇത്ര പോകുന്നുള്ളൂ. അകത്താരെങ്കിലും കുടുങ്ങിപ്പോയെന്ന് പറയാം. എന്നിട്ട് 4 പേരും ഇറങ്ങി പറഞ്ഞു. ആരെല്ലാം വിളിച്ച് പറയില്ല. ഞാൻ റൂമിലോട്ട് പോവാ. പ്ലീസ് കം ആൻഡ് ചെക്ക്. No, the bathroom door is not opening. Okay. എന്തുവാ ഞാൻ പറഞ്ഞു ബാത്റൂം ഡോർ രാവിലെ ആൾ വരുമായിരിക്കും. ഇപ്പൊ വരാന്ന് പറഞ്ഞു. അച്ഛൻ വരും. ഞാൻ റൂമിൽ പോവാ. ബൈ ഗൈസ്. തുറക്കട്ടെ.